എടോ ഞങ്ങൾക്ക് ഈ താല്പര്യമില്ല കാണുന്നതിനെന്താ പ്ലീസ് ഒന്ന് ജസ്റ്റ് അപ്പൊ നമുക്ക് നോക്കാല്ലേ വന്നിട്ടോ സംഗതി കുഴപ്പം എന്തുട്ടാന്ന് കാര്യം സംഗതി ലൈവാണ് ബൈ എന്റെ പ്രാണം പോയി താന്ന് വിളിച്ചു നോക്കണോ ഒന്നൊക്കെ വിളിച്ചു നോക്കണോ ചങ്ക തീർന്നു പ്രൈം ടൈമിൽ നമ്മൾ കാണുന്ന ബിഗ് ബോസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. കേന്ദ്ര ഗവൺമെന്റിനോട് ശക്തമായ ആക്ഷൻ എടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. 4 നേരവും ചാപ്പാടടിച്ച് ഇവിടുത്തെ പെണ്ണുങ്ങളെയും പഞ്ചായടിച്ച് നടക്കാനൊന്നും അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എല്ലാവരെയും പറ്റിക്കണ പോലെ എന്നെ പറ്റിക്കാവുന്ന കുട്ടികളെയൊക്കെ വളരെയധികം ഇങ്ങനെയുള്ള ഒരു മീഡിയ വഴിയുള്ള ഈ പ്രോഗ്രാംസ് സ്വാധീനിക്കുന്നതാണ്. എന്നിട്ട് എന്തുകൊണ്ട് നടപടി എടുക്കാതെ ഇത് പോകുന്നു എന്നാണ് കോടതി ആശ്ചര്യപ്പെട്ടത്. അവന്മാരെ പിടികൂടാതെ ഈ കെ ചെട്ടിയാർക്കിന് വിശ്രമം. നാട്ടുകാരായ നിങ്ങൾക്കും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കോടതി ഈ വീഡിയോ, അതായത് വീഡിയോ ക്ലിപ്പ് കോടതി നേരിട്ട് കണ്ടു. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ. തന്റെ ലൈസൻസ് ഞാൻ ക്യാൻസൽ ചെയ്യിച്ചു. കോടതി വളരെ ശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് കംപ്ലീറ്റ് വയലേഷൻ ആണ്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. എന്താടോ ഇന്നൊരു ദുർനടപ്പ്? കാലാവസ്ഥയുടെ കുഴപ്പം കൊണ്ടായിരിക്കും. അതോ നിന്റെ കയ്യിലിരിപ്പുണ്ടോ എന്ന് വേണമെങ്കിലും പറയാം. അതായത് ബിഗ് ബോസ് ഷോയിൽ നടക്കുന്ന തെറി ഉൾപ്പെടെയുള്ള വയലേഷൻ കണ്ടത് ഉൾപ്പെടെ അതിനകത്ത് വരുന്നത് മൊത്തം ഒബ്സീൻ കണ്ടന്റ് ആണ് എന്നുള്ള അഭിപ്രായം കോടതിക്ക് തന്നെ ഉണ്ട്. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റില്ല എന്ന് തന്നെ കോടതിക്ക് തന്നെ മനസ്സിലായ ഒരു പ്രതികരണമായിരുന്നു കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നത്. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതെ? അതുകൊണ്ട് ഇന്ന് സ്ട്രിക്റ്റ് ഓർഡറാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.